നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈൻ ഇൻ ഉണ്ട്. സൈൻ ഇനിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. നമ്മളിപ്പം കറൻ്റ്ലി ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യുവാണ്. ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ചാർട്ടിലോട്ട് പോകണം എന്ന് നിങ്ങൾ സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ ഒരു ക്ലോസ് വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്കറ്റ് സമ്മറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വാച്ച് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഏതൊക്കെ പെയേഴ്സ്, ഏതൊക്കെ അസറ്റ്സ് ആണ് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്. ഇവിടെ നമുക്ക് ഗ്രാജുവലി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഫോറക്സ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസറ്റ്സും ഇവിടെ തന്നെ നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം ഒരു ഫോറക്സ് പെയർ ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിലീറ്റ് ബട്ടണുമായിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു സെക്ഷൻ 1 നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് എന്താക്കുവാണ്, ഫോറക്സ് എന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട ഫോറക്സ് പെയർസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്യുന്നു. യൂറോ USD എന്നുള്ളതാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് യൂറോ US ഡോളർ കാണാൻ പറ്റും. ഈ യൂറോ US ഡോളറിൽ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം പല ബ്രോക്കേഴ്സാണ്. നമുക്ക് ഈ ഒരു ബ്രോക്കേഴ്സിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ ഡയറക്റ്റ് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രോക്കേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൽ ഏത് ബ്രോക്കർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏകദേശം സിമിലർ ചാർട്ട്സ് ആയിരിക്കും എല്ലാത്തിലും വരുന്നത്. ഇതിൽ ഒവാൻഡ ഒരു ലീഡിംഗ് ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ യൂറോ USDയുടെ ഒവാൻഡ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പ്ലസ് ഐക്കൺ കൊടുത്ത സമയത്ത് യൂറോ USDയുടെ ഒവാൻഡ ബ്രോക്കറിൻ്റെ ചാർട്ട് ഇവിടെ ലോഡായി. ഓക്കെ, ഇനി ഞാൻ GBP USD എന്ന് പറയുന്ന കറൻസി പെയർ ആണ് ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ GBP USD സെർച്ച് ചെയ്യുന്നു, ഒവാൻഡയുടെ തന്നെ GBP USD സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഏതൊക്കെ കറൻസി പെയർ വേണോ അതെല്ലാം എനിക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ബേസിക്കലി ഫോറക്സ് പെയർസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്, ഈ ഒരു ഫോറക്സിൻ്റെ അണ്ടറിലാണ് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം യൂറോ USD ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. സി ഓൺ സൂപ്പർ ചാർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ചാർട്ട് കാണാൻ പറ്റണം. അപ്പോൾ സി ഓൺ സൂപ്പർ ചാർട്ട്സ് കൊടുക്കുവാണെങ്കിൽ നമുക്കതിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു സെലക്ഷൻ്റെ അവിടെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യ മാർക്കറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ സ്റ്റോക്ക് എന്ന് പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇവിടെ ഞാൻ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടാറ്റ മോട്ടോഴ്സ് NSEയുടെ ഞാൻ ടാറ്റ മോട്ടോഴ്സ് ആഡ് ചെയ്യുവാണ്. ഇതെന്ത് ചെയ്തു, എൻ്റെ സ്റ്റോക്കിൽ ആഡായി. ഇനി റിലയൻസ് ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, റിലയൻസിൻ്റെ ഞാനിവിടെ പ്ലസ് ഐക്കൺ കൊടുത്തു, ഇത് ഇവിടെ ആഡായി. ഇപ്പോൾ ഫോറക്സ് പെയേഴ്സ് എല്ലാം എനിക്കിവിടെ ആയി, സ്റ്റോക്ക് പെയേഴ്സ് എല്ലാം ഇവിടെ ആയി. എനിക്ക് സ്റ്റോക്ക് നോക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതെല്ലാം ഹൈഡ് ആവും. ഇനി ഞാൻ ക്രിപ്റ്റോ ആണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആഡ് സെലക്ഷൻ, ഇവിടെ സെലക്ഷൻ വന്നു, ഇത് ലാസ്റ്റിലേക്ക് വെച്ചു, ക്രിപ്റ്റോ. എനിക്ക് ഈ ഒരു സബ്ഡിവിഷൻ്റെ അണ്ടറിലെല്ലാം ക്രിപ്റ്റോ അസറ്റ്സ് ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, BTC USD എടുക്കുകയാണെങ്കിൽ ഇത് ക്രിപ്റ്റോയുടെ അണ്ടറിൽ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പല അസറ്റ്സും പല സെക്ടറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫോറക്സ് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഹൈഡ് ചെയ്യാം, ക്രിപ്റ്റോ ഹൈഡ് ചെയ്യാം, ഫോറക്സ് പെയർസ് മാത്രം നോക്കാം. ഇനി എനിക്ക് ഏതെങ്കിലും ഒരു ഫോറക്സ് പെയർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം USD CAD ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യുന്നു, ഓവൻഡയുടെ ചാർട്ട് ആഡ് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെയാണ് വന്ന് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് മേളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഫോറക്സിൻ്റെ അണ്ടറിൽ ഇടുവാണെങ്കിൽ എനിക്ക് ഫോറക്സിലേക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ കാണാൻ പറ്റും. യൂറോ USD ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ചാർട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് പല ഓപ്ഷൻസ്, ഇവിടെ താഴെ നമുക്ക് വോളിയം കാണാൻ പറ്റും അല്ലേ. വോളിയത്തിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രീസെറ്റ് ആയിട്ട് തന്നെ ആഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വോളിയം ടിക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹൈഡ് ആവും. വോളിയം നമുക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു വോളിയം ഹൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ യൂറോ USD എന്ന് പറയുന്നത് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ടൈമൊക്കെ കാണാൻ പറ്റും. 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഡ്രോപ്പ് ഡൗണിൻ്റെ ഈ ഒരു ഇൻ്റർവെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ഫ്രെയിം ഇവിടെ കാണാൻ പറ്റും. 1 day, 1 hour, 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഇതുപോലെ തന്നെ ഫേവറേറ്റിൽ ഏതെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഫേവറേറ്റിലൊന്നും ആഡ് ചെയ്യാത്ത സമയത്ത് എന്ത് ചെയ്തു, കറണ്ട് ടൈം ഫ്രെയിം ഏതാണോ ആ ഒരു ടൈം ഫ്രെയിം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. 5 മിനിറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ്, 50 മിനിറ്റ്, 1 hour, 4 hour, ഡെയിലി, ഈ ടൈം ഫ്രെയിം ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതൊക്കെ ഫേവറേറ്റിൽ ഈ ഒരു സ്റ്റാർ ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ എന്താണ്, ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്നാണ് നോർമലി പറയുന്നത്. അത് എന്താണ് ബേസിക്കലി സിഗ്നിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 5 മിനിറ്റിലും പ്രൈസ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി 50 മിനിറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 50 മിനിറ്റിലും പ്രൈസ് എന്താണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ എന്തായി, പ്രൈസ് ഈ ഒരു സ്ഥലത്ത് ഓപ്പൺ ആയി, അതിനുശേഷം പ്രൈസ് മേളിലേക്ക് പോയി, അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നു, ഈ ഒരു സ്ഥലത്ത് വന്ന് ക്ലോസ് ചെയ്തു. അതായത് 50 മിനിറ്റ് തീരുന്ന സമയത്ത് പ്രൈസ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രൈസ് ഓപ്പൺ ചെയ്തത് എവിടെയാണ്, പ്രൈസ് എവിടെയൊക്കെ മൂവ് ചെയ്തു, അതിനുശേഷം എവിടെയാണ് വന്ന് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അനാലിസിസ് ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ എന്താണ് പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പല ടൈപ്പിൽ നമുക്ക് ചാർട്ടിൽ പ്രൈസ് കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഞാൻ ലൈൻ ചാർട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ ക്യാൻഡിൽ സ്റ്റിക്സ് ഒന്നും ആയിരിക്കത്തില്ല. പ്രൈസ് എങ്ങനെയാണ് ഒരു ലൈനിൽ മൂവ് ആയതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ലൈൻ മാറ്റി ഞാൻ ഹിക്കിനാഷിയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്സിലല്ല, ബട്ട് സ്റ്റിൽ പ്രൈസ് മൂവ് ആയത് വേറെ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി റിങ്കോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്താണ്, എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തതെന്ന് വേറെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം പ്രൈസ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി, ടൈം ഫ്രെയിം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. അല്ലാതെ തേർഡ് പാർട്ടി ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പൺ ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് കോഡ് ചെയ്തിട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാനുള്ള, ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലോക്കായിട്ട് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആക്സസ് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പബ്ലിക് എല്ലാവർക്കും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരുപാട് പബ്ലിക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഏത് ഇൻഡിക്കേറ്റർ ആണോ വേണ്ടത്, ഇപ്പം ഞാൻ RSI ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്കിവിടെ ഇൻഡിക്കേറ്റർ ഓൾറെഡി ആഡഡ് ആവും. ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വരുത്താം. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പം ജസ്റ്റ് ലോഡ് ആവാത്തതാണ്. നമുക്ക് മാക്സിമം ഫ്രീ വെർഷനിൽ 2 ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 2 ഇൻഡിക്കേറ്ററിൽ കൂടുതൽ ഫ്രീ വെർഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ അപ്ലൈ ആയി. ഇൻഡിക്കേറ്ററിൽ എന്തെങ്കിലും രീതിയിലുള്ള സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം. എനിക്കിതുപോലെ 2 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. 2ൽ കൂടുതൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 2 ഇൻഡിക്കേറ്ററിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും 2 ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കാനുള്ളത്. ഇനിയും ഉള്ളത് ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഒരു സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചാർട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് ചെയ്തിട്ട് അത് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് കറൻ്റ്ലി സേവ് ആവും. അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഡ്രോ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇത് സേവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് സേവ് ആവത്തില്ല. അപ്പോൾ ഇത് സേവ് ഓട്ടോമാറ്റിക്കായിട്ടൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ഇത് സേവ് ആവും. ബട്ട് സ്റ്റിൽ നമ്മൾ മാനുവലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താം പിന്നീട് നമ്മൾ വീണ്ടും ട്രേഡിംഗ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് അതെല്ലാം സേവ്ഡ് ആയിരിക്കും. നമ്മൾ എങ്ങനെയാണോ എക്സിറ്റ് ചെയ്തത് ആ രീതിയിൽ തന്നെ തിരിച്ച് ലോഡാവും. ഓക്കെ,
അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് ഹെയർ യൂസ് ചെയ്യണോ, ഡോട്ട് യൂസ് ചെയ്യണോ, ആരോ യൂസ് ചെയ്യണോ. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ്, ഞാനിപ്പോൾ ക്രോസ് ഹെയർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൗസിൻ്റെ പോയിന്റർ ക്രോസ് ആയിട്ട് മാറിയത് കാണാൻ പറ്റും. ഇനി ഞാൻ ഡോട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മൗസിൻ്റെ ക്രോസ് ഹെയർ ഡോട്ടായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതല്ലാതെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ലൈൻസ് ആണ്, ബേസിക്കലി പല ടൈപ്പിലുള്ള ലൈൻസ് ആണ്. ട്രെൻഡ് ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ട്രെൻഡ് ലൈൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ട്രെൻഡ് ലൈൻ എവിടെ വരെയാണോ വരയ്ക്കേണ്ടത് അത് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, ഇവിടുന്ന് ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അതിനുശേഷം ഈ ഒരു കളർ എടുത്തിട്ട് ഏത് കളറിലോട്ടാണ്, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ആക്കാം, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആക്കാം. നമുക്കങ്ങനെ കളറ് ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ലൈൻ ഡ്രോ ചെയ്യുമ്പം ഇങ്ങനെ ഒരു വിൻഡോ പോപ്പപ്പ് ആവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ കട്ടി കുറയ്ക്കാം, കട്ടി കൂട്ടാം, മാക്സിമം തിക്നെസ് വരുത്താം, കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ സ്റ്റൈൽ, ഇപ്പോൾ ഡാഷ്ഡ് ലൈൻ വേണോ, ഡോട്ടഡ് ലൈൻ വേണോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇത് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ, റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കായിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തിക്നെസ് കുറയ്ക്കുവാണ്, നോർമൽ ലൈനായിട്ട് വരയ്ക്കുവാണ്. ഇതിനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേര് ഇടണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലൈൻ ഒരു BOS ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതായത് ഈ ഒരു ലൈനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ ഒരു ടെക്സ്റ്റിൽ നമ്മളിപ്പം ഇവിടെ BOS എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലൂ കളറിലാണ് ഇതിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അതിവിടെ കൊടുക്കുന്നു. അത് ടോപ്പിൽ വേണോ, മിഡിലിൽ വേണോ, അതോ ബോട്ടത്തിൽ വേണോ, ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അത് എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അവിടെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മിഡിലിൽ വെക്കുവാണ്. ഇനി സെൻറ്ററിൽ വേണോ, ലെഫ്റ്റിൽ വേണോ, ലെഫ്റ്റ് ആക്കിയപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്ക് മാറി, റൈറ്റ് ആക്കുവാണെങ്കിൽ ഇവിടെ റൈറ്റിലേക്ക് മാറി, മിഡിലാണ് ഞാൻ വെക്കുന്നത്, സെൻറ്ററാണ് വെക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കുവാണ്. ഇനി എപ്പോഴും ഞാനൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരയ്ക്കുമ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ, ഞാൻ ഓരോ വട്ടം ടെക്സ്റ്റ് എടുത്ത് BOS എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഈ ഒരു ടെംപ്ലേറ്റ് സേവ് ചെയ്യാം. അതായത് ഞാൻ ഇനി ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ എനിക്ക് BOS വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ ഒരു ലൈൻ BOS ആക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓൾറെഡി സേവ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുമ്പം ഈ വരുന്ന പോപ്പപ്പിൽ ഈ ഒരു ഐക്കണുണ്ട്, ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഐക്കണുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഡ്രോയിങ് ടെംപ്ലേറ്റ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു പേര് കൊടുക്കാൻ പറയും. ഞാനിവിടെ BOS എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഓൾറെഡി ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എൻ്റെ ഒരു ലൈൻ BOS ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പുതിയതായിട്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണ്. വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് BOS എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ വരച്ചത് BOS ആയിട്ട് തന്നെ മാർക്കായി. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിത് BOS ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ എപ്പോഴും എനിക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അത് BOS ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോപ്പപ്പ് എടുക്കുക, BOS ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് BOS ആയി. ഓക്കെ, കണ്ടോ? അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ആ ഒരു BOS എന്ന് പറയുന്ന ടെംപ്ലേറ്റ് സേവ് ആക്കി. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയും എനിക്കിത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈനിൻ്റെ സെറ്റിങ്സിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ CHOCH എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായി, ഇവിടെ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. ഇനി ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഞാൻ സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണം, സേവ് ഡിഫോൾട്ട് ഡ്രോയിങ് ടെംപ്ലേറ്റ് ആസ് CHOCH എന്ന് കൊടുക്കുവാണ്, സേവ് കൊടുക്കുവാണ്. ഇനി ഞാൻ ഓൾറെഡി ഈ ഒരു ടെംപ്ലേറ്റും സേവ് ആക്കി. എനിക്കിത് CHOCH ആയിട്ട് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കുന്നു, CHOCH എന്ന് കൊടുക്കുന്നു, ഇവിടെ CHOCH ആയി. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഇതിൽ ഹൊറിസോണ്ടൽ ലൈനാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ ആവും. ഇതിൽ കളർ ചേഞ്ച് ചെയ്യാം, തിക്നെസ് ചേഞ്ച് ചെയ്യാം. ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വെർട്ടിക്കൽ ലൈൻ വേണം എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എടുക്കാം.
അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, തിക്നെസ് ചേഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ ട്രെൻഡ് ലൈനാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനകത്ത് വേണ്ടാത്ത ടൂൾസ് ഉണ്ട്, വേണ്ട ടൂൾസ് ഉണ്ട്. ഇതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടൂൾസ് മാത്രം നമുക്ക് ടൈം ഫ്രെയിം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഫേവറേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഈ ഒരു ഫേവറേറ്റ് സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് വേണ്ട ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ ട്രെൻഡ് ലൈനായിട്ട് പെട്ടെന്ന് ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എടുത്തങ്ങി യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്തിട്ട് ടെംപ്ലേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ ടെംപ്ലേറ്റ് വേണ്ടത് അത് കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആവും. ഇനിയും ലെഫ്റ്റ് സൈഡിൽ ഫിബ് റീട്രേസ്മെൻറ്റ്. ഫിബ് നമുക്കിപ്പോൾ ഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എവിടം വരെയാണോ ഡ്രോ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം, ഫിബ് ഡ്രോ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ട വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും മാത്രം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, 1.50 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം, ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വേണമെങ്കിലും കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലെ ആ കളർ പോവും. പ്രൈസ് ലെവൽസ്, ടെക്സ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതും ഫിബും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു ഫിബിൽ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാർ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ബാറിൽ ഇപ്പം ട്രെൻഡ് ലൈനും വന്നു, ഫിബും വന്നു. ബാക്കിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അടുത്തതിലേക്ക് പോവാം. അടുത്തതിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, നമ്മൾ അടുത്തതിൽ പിന്നെ നോക്കുന്നത് എന്താണ്, ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ലോങ് പൊസിഷൻ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ബൈ എൻട്രി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവിടെ എൻ്റർ ചെയ്യുന്നു, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, എവിടെ ടാർഗറ്റ് വെക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുവാണ്, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ഇവിടെയാണ് ടാർഗറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 3.07 ആണ് അല്ലേ. ഇനി റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് 1:2 ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ലൈൻ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ റിസ്ക് ചെയ്യുന്നത് എത്രയാണ്, നമ്മൾ റിവാർഡ് എടുക്കുന്നത് എത്രയാണ്, നമ്മൾ റിസ്ക് ചെയ്യുന്നതിൻ്റെ ഡബിളാണ് നമ്മൾ റിവാർഡ് എടുക്കുന്നത്. ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടെ 2 എന്ന് കാണാൻ പറ്റും. എനിക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ 4 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ഡ്രാഗ് ചെയ്തിട്ട് എൻ്റെ ടാർഗറ്റ് ഇവിടെയാണ് ഞാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ടാർഗറ്റ് വെക്കുവാണെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണ്, 1:4 ആണ് എൻ്റെ റിസ്ക് റിവാർഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഷോർട്ട് ചെയ്യുവാണ്, നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് പൊസിഷൻ എടുക്കുന്നു, എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത് അവിടെ വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുന്നു, ടാർഗറ്റ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുന്നു. ഇപ്പോൾ 1:3 ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാൽ മതി, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആണെങ്കിൽ 1:3 ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇങ്ങനെ നമുക്ക് ചാർട്ടിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും വാലിഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ടൂൾ എന്തായി, ലൈനായി, ഫിബായി, ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ആയി. പിന്നെ ഇതിൽ നമ്മളൊന്നും വേറെ യൂസ് ചെയ്യുന്നില്ല. ഇനി യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ബ്രഷ് ടൂൾ എന്തെങ്കിലും ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് ടൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി, ഇത് സ്റ്റാർ വെച്ചാൽ മതി. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ പോയിന്റും ഹൈലൈറ്റ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, വേണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല. നമുക്കിവിടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടൂളാണ് റെക്റ്റാങ്കിൾ. ഈ ഒരു റെക്റ്റാങ്കിളും നമ്മൾ നമ്മുടെ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യുവാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു സോൺ മാർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു മേജർ പോയിൻ്റൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, മെയിനായിട്ടും ഈ ഒരു റെക്റ്റാങ്കിൾ വലിച്ചിട്ട് എവിടോട്ടാണോ വേണ്ടത് അവിടോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഈ റെക്റ്റാങ്കിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രീസെറ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെറ്റിങ്സ് എടുക്കുന്നു, ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഞാനിപ്പം ഓർഡർ ബ്ലോക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്കെന്തായി, ഇവിടെ ഓർഡർ ബ്ലോക്ക് എന്ന് എൻ്റർ ആയത് കണ്ടാവും. ഇവിടെ ഞാൻ ബ്ലാക്ക് ആണ് കളർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് കളറായി. അതിനുശേഷം ഇൻസൈഡ് വേണോ ടോപ്പ് വേണോ, ടോപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വരും, ബോട്ടം ആണെങ്കിൽ ഇത് വരും, ഇൻസൈഡ് സെൻറ്ററൊക്കെയാണ് കൊടുക്കുന്നത്, ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് പ്രീസെറ്റ് ആക്കുവാണ്.
ഇനി എൻ്റെ സ്റ്റൈല്, എൻ്റെ ബോർഡർ എന്ന് പറയുന്നത് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇനി ഞാൻ ഈ ട്രാൻസ്പെറൻസി കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബോർഡറിൻ്റെ ആ ഒരു സ്ഥലത്തെ ലൈനിൻ്റെ തിക്നെസ് കുറഞ്ഞ് 0 ആവുന്നത് കാണാൻ പറ്റും. ഞാൻ അത് 0 ആക്കുവാണ്. ഇനി എനിക്ക് ഈ ഒരു മിഡിൽ ലൈൻ വേണ്ട. മിഡിൽ ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മിഡിൽ ലൈനിൽ ഒരു ലൈൻ വരും, എനിക്കതും വേണ്ട. ബാക്ക്ഗ്രൗണ്ടിലെ കളറ് എനിക്ക് വീണ്ടും ബ്ലാക്ക് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഗ്രേ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഓക്കെ കൊടുത്ത് റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് എക്സ്റ്റെൻഡ് ആവും, അത് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ആവും. ഓക്കെ കൊടുത്തു. ഞാൻ ഈ ഒരു കേസിൽ ഇങ്ങനെയാണ് എൻ്റെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി? ഇതെനിക്ക് പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? സേവ് ഡ്രോയിങ് ടെംപ്ലേറ്റ് ആസ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ബ്ലോക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെടുക്കുന്നു, ഓർഡർ ബ്ലോക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇതെടുക്കുന്നു, ഓർഡർ ബ്ലോക്ക് കൊടുക്കുന്നു, അതുപോലെ കണ്ടോ? അപ്പോൾ ബേസിക്കലി നമ്മളൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനിയും ഇതിനകത്ത് വേറെ ടൂൾസ് ഒന്നും നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യത്തില്ല. പിന്നുള്ളത് ടെക്സ്റ്റ് ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചാർട്ടിൽ ഇപ്പം ബൈ സെൽ എന്തെങ്കിലും രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ടൂൾ എടുക്കാം. അതിൽ ഈ പറയുന്ന പോലെ നമുക്ക് സൈസ് മാറ്റാം, കളറ് മാറ്റാം, എല്ലാം ചേഞ്ച് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഐക്കൺസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈയുടെ സെല്ലിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഐക്കൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി മെഷർ ടൂൾ എടുക്കുകയാണെങ്കിൽ എവിടുന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. സൂമിൻ നമുക്കിപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ഥലം മാത്രമായി. ഇനി നമുക്ക് ബാക്കിൽ ചാർട്ടിൽ നേരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ചാർട്ട് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സൂം ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സൂമിൻ ചെയ്തിട്ട് സൂമിൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം സ്പെസിഫിക് ആയിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സൂമിൻ ചെയ്യാം. അല്ലാതെ നോർമൽ ചാർട്ട് മാത്രം കാണണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചാർട്ട് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് എങ്ങനെയാണോ ഉള്ളത് അവിടേക്ക് റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ രീതിയിൽ സൂമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഡേറ്റും ടൈമും ഉള്ള ആ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സൂം ഔട്ടും ചെയ്യാം. റൈറ്റ് സൈഡിലെ പ്രൈസ് ബാർ ആണെങ്കിലും മേളിലേക്കും താഴേക്കും സ്ട്രെച്ച് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് സൂം ഔട്ടും ഒക്കെ ചെയ്യാം. ഇനിയുള്ളതാണ് ഈ ഒരു മാഗ്നെറ്റ് എന്ന് പറയുന്ന ഫീച്ചർ. ഒരു മാഗ്നെറ്റ് നമ്മൾ ഓൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പം എവിടെയാണോ റീസെൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഉള്ളത് ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റ് ആകും. അപ്പം ഞാൻ പ്രൈസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തന്നെ പ്രൈസ് എന്ത് ചെയ്യും? ഈ ഒരു സ്ഥലത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഓഫ് ആക്കി ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ ഒരു ലൈൻ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. മാഗ്നറ്റ് ഓൺ ആണെങ്കിൽ ഞാൻ ഇവിടെ വെക്കുമ്പോൾ എന്ത് ചെയ്യും? റീസെൻ്റ് ആയിട്ടുള്ള ലോയിലേക്ക് ഈ ഒരു ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റ് ഓഫ് ആക്കി ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ലൈൻ ആണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ലൈൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഡയറക്റ്റ് ആയിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ ഡ്രോയിങ്സ് ഒന്നും നമുക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹൈഡ് ഓൾ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഡ്രോയിങ്സ് എല്ലാം പോയി. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഹൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം. എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഡിലീറ്റ് 11 ഡ്രോയിങ്സ് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വരച്ചെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് 11 ഡ്രോയിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ എനിക്ക് ചാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് നോർമൽ ചാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീസെറ്റ് ചാർട്ട് വ്യൂ കൊടുക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ട് ടൂൾസിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് വേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫേവറേറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ബാർ ഇവിടെ തന്നെ കാണും. അപ്പോൾ ഇവിടോട്ടൊന്നും പോയി തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന് വേണ്ട ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ടൂൾസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി റൈറ്റ് സൈഡിലാണെങ്കിലും നമുക്ക് വേണ്ട ചാർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും.
അതിനുശേഷം താഴെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് ടൈം സോണിലാണോ നമ്മളുള്ളത് ആ ഒരു ടൈം സോണാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ UTC+5:30 കൊൽക്കത്ത സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു ടൈമും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടൈമുമായിട്ട് കറക്റ്റ് ആയിരിക്കും, അലൈൻഡ് ആയിരിക്കും. അല്ലാതെ നമ്മൾ വേറൊരു ടൈം സോണാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണിക്കുന്ന ടൈം ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. വേറെ ഒരു കൺട്രിയിലെ ടൈം സോൺ അല്ലെങ്കിൽ ആ ഒരു ടൈം സോണിലെ ടൈം ആയിരിക്കും താഴെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവേർട്ട് സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇൻവേർട്ട് സ്കെയിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇൻവേർട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പം ഈ ഒരു ഇൻവേർട്ട് സ്കെയിൽ സെലക്ട് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ കറക്റ്റായിട്ടുള്ള പ്രൈസും കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റും കാണണമെങ്കിൽ ഇൻവേർട്ട് സ്കെയിൽ സെലക്റ്റഡ് ആയിരിക്കരുത്. ഓക്കെ, ഇത് ബാക്കി എല്ലാം ബേസിക് ആയിട്ട് ഈ ഒരു സെറ്റിങ്സ് തന്നെ വെക്കുന്നതാണ് ബെറ്റർ. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റിങ്സ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പല രീതിയിലുള്ള സെറ്റിങ്സ് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് ക്യാൻഡിലിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, ഗ്രീൻ മാറ്റി എനിക്ക് ഇപ്പം ഒരു ഗ്രേ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗ്രേ ആക്കുന്നു. അടുത്ത ബോഡിയുടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ എല്ലാം ബോഡിയുടെ കളർ ഗ്രേ ആയി. ഇനി എനിക്ക് റെഡ് ക്യാൻഡിലിൻ്റെ ബോഡിയാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി ഞാൻ മാറ്റി ബ്ലാക്ക് ആക്കി. ഓക്കെ, ഇപ്പോൾ എന്തായി, ബോഡി ചേഞ്ച് ആയി, പക്ഷേ ബോർഡറും വിക്കും ഒന്നും ഇപ്പോഴും പഴയ കളർ തന്നെയാണ്, അത് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ട കളറിലേക്ക് വീണ്ടും ഈ ഒരു ബോഡിയും വിക്കും ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ക്യാൻഡിലിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ആ ഗ്രീൻ ആൻഡ് റെഡ് ക്യാൻഡിൽ മാറിയിട്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് ക്യാൻഡിൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് എവിടെ നിന്ന് എടുത്തത്, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ സിമ്പലിൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കളർ ചെയ്യാം. അത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ സ്റ്റാറ്റസ് ലൈനിൽ എന്തൊക്കെ വേണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ബേസിക് ആയിട്ട് ഈ വാല്യൂസ് ഒക്കെ വെക്കുന്നത് തന്നെയാണ് നല്ലത്. സ്കെയിൽസ് ആൻഡ് ലൈൻസിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് ബെറ്റർ. ക്യാൻവാസിൽ നമുക്ക് കാണാൻ പറ്റും സോളിഡ് ബാക്ക്ഗ്രൗണ്ട് വേണോ അതോ ഗ്രേഡിയൻറ്റ് വേണോ. ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഞാൻ സോളിഡ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിലേക്ക് എനിക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഒറ്റ കളറായിരിക്കും. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കളറിൻ്റെ മിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ സോളിഡായിട്ട് വൈറ്റ് തന്നെ വെക്കുവാണ്. ഇനി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ, നിങ്ങൾക്ക് ഈ ഒരു ലൈൻ കാണാൻ പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നൺ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആവും. ഇനി ക്രോസ് ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്രോസ് ഹെയറിൻ്റെ ഈ ഒരു കളറാണ്, അത് ചേഞ്ച് ചെയ്യണമെന്നില്ല. വാട്ടർ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് അസെറ്റ് ആണോ ചെയ്യുന്നത് അത് ഏത് ടൈം ഫ്രെയിമിലാണെന്നുള്ളത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കും. അപ്പോൾ വാട്ടർ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. ബേസിക്കായിട്ട് ഈ സെറ്റിങ്സ് എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ബെറ്റർ. മെയിനായിട്ടും ഒരു കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സെറ്റിങ്സിലേക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ടും ട്രേഡിംഗ് വ്യൂ സെറ്റപ്പ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ വൺസ് സെറ്റപ്പ് ചെയ്ത് ഇപ്പം എനിക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് ചാർട്ട് എടുക്കുന്നു. ഈ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചാർട്ട് ടെംപ്ലേറ്റ് എന്നുള്ളിടത്ത് സേവ് ആസ് ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഈ ഒരു ചാർട്ട് ഞാൻ ഇവിടെ സേവ് കൊടുത്തു, ഇപ്പോൾ സേവായി. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചാർട്ട് ചേഞ്ച് ആയി, ഞാൻ കളർ ചേഞ്ച് ചെയ്തു, എനിക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ചാർട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചാർട്ട് ടെംപ്ലേറ്റ് എടുത്തിട്ട് ഉണ്ണി എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് സേവ് ആവും. ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡാർക്ക് തീം എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്കിലേക്ക് ചേഞ്ച് ആവും. ഈ ഒരു ബ്ലാക്കിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ എല്ലാം നോർമൽ ഫോണിലും PC യിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഡാർക്ക് തീം വൈറ്റ് തീം അത് മാത്രമേ ഉള്ള ഡിഫറൻസ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി ഇവിടെ ആണെങ്കിൽ എനിക്ക് ചാർട്ട് ടെംപ്ലേറ്റ് മാറ്റി പഴയ ടെംപ്ലേറ്റിലേക്ക് തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ എൻ്റെ പഴയ ടെംപ്ലേറ്റ് എടുത്ത സമയത്ത് എൻ്റെ ചാർട്ട് മാത്രം മറ്റേ കളറിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ സ്ക്രീൻ മോഡുണ്ട്. ഈ ഒരു ഫുൾ സ്ക്രീൻ മോഡിൽ ഫുൾ സ്ക്രീൻ ആക്കാം. എസ്കേപ്പ് ഞെക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനി ഇവിടെ ടേക്ക് എ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ചാർട്ട് ഷെയർ ചെയ്യണം, ഇവിടെ പല രീതിയിൽ ഡ്രോ ചെയ്തു മാർക്ക് ചെയ്തു, ഇത് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാതെ തന്നെ ട്രേഡിംഗ് വ്യൂവിലെ ഈ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ കോപ്പി ഇമേജ് കൊടുത്താൽ ഇമേജ് കോപ്പി ആവും, കോപ്പി ലിങ്ക് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ലിങ്ക് കോപ്പി ആവും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഈ കോപ്പി ഇമേജ് അല്ലെങ്കിൽ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അലേർട്ട് സെറ്റ് ചെയ്യണം, ഇപ്പോൾ പ്രൈസ് ഏതെങ്കിലും ഒരു പ്രൈസിലേക്ക് വരുന്ന സമയത്ത് അലേർട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൽ നമ്മൾ ഈ ഒരു ക്രോസ് ഹെയർ എടുത്തിട്ട് എവിടെയാണോ നമുക്ക് അലേർട്ട് ചെയ്യാം, എനിക്കിപ്പം GBP/USD ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എനിക്കൊരു അലേർട്ട് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് അലേർട്ട് അറ്റ് GBP ഈ ഒരു പ്രൈസ് കൊടുക്കാൻ കാണിക്കും. ഇതിൽ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അലേർട്ട് ഓൾറെഡി സെറ്റായി. അപ്പോൾ എപ്പോഴാണോ പ്രൈസ് ഇവിടെ വരുന്നത് ആ ഒരു സമയത്ത് എനിക്ക് അലേർട്ട് തരും. ഈ ഒരു അലേർട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു ഐക്കണിൽ എവിടെയാണോ അലേർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ളത് കാണിക്കും. നമുക്ക് മെയിലിൽ വേണോ, ആപ്പിൽ നോട്ടിഫൈ ചെയ്യണോ, അല്ലെങ്കിൽ സൗണ്ട് പ്ലേ ചെയ്യണോ, അങ്ങനെ ഏതാണോ വേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു പ്രൈസിലേക്ക് വരുമ്പം നമ്മൾ അതിനെ പറ്റിയിട്ട് നോട്ടിഫൈഡ് ആവും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടും നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMC യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മെയിനായിട്ട് യൂസ് വരുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടെ ഓർഡർ ബ്ലോക്ക്, ഇംബാലൻസ്, ഇതൊക്കെ നിങ്ങൾ പ്രീസെറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രോ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,